ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമായ ഒരു കാര്യമാണ്. ഹജ്ജ് നിർബന്ധമാകാത്തവരായി ഒരാളും ഇന്ന് ഉണ്ടാവുകയില്ല. ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമാണ്. വലിയ സാമ്പത്തിക ശേഷിയൊന്നും വേണ്ടതില്ല. ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് ഹജ്ജിന് പോയി വരാനുള്ള കഴിവ്. ഹജ്ജിന് പോയി വരാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ ശാരീരികമായ കഴിവ് വേണം, സാമ്പത്തികമായ കഴിവ് വേണം. ഹജ്ജിന് സാമ്പത്തികമായ കഴിവ് എന്ന് പറയുമ്പോ അയാൾക്ക് ഒരു 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ 5 സെന്റിലാണ് വീട് എങ്കിൽ മറ്റ് 5 സെന്റ് സ്ഥലം വിറ്റിട്ട് ഹജ്ജിന് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഹജ്ജിന് പോകണം. അയാൾ ഹജ്ജിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാവുകയില്ല. ഒരു സ്ത്രീക്ക് 20 പവനുണ്ട്, അല്ലെങ്കിൽ 10 പവനുണ്ട്, അല്ലെങ്കിൽ 5 പവൻ സ്വർണമുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ ഹജ്ജിന് പോകണമെങ്കിൽ 20 പവനൊക്കെ വിൽക്കണമായിരുന്നു. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല. ഒരു 4 പവൻ വിറ്റാല് സുഖമായി ഹജ്ജിന് പോയി വരാം. അപ്പൊ ഹജ്ജിന് പോകാനുള്ള അന്നത്തെ ആ പോകുന്ന സമയത്ത് താമസിക്കാനുള്ളൊരു വീട്, തന്റെ ആശ്രിതരായ മക്കള്, കുടുംബം, അവർക്ക് താമസിക്കാനുള്ളൊരു വീട്, ആ വീടിനോടൊപ്പം അയാൾ പോയി വരുന്നത് വരെ അയാളുടെ കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ സ്വത്ത്, കുറേയൊന്നും വേണ്ട, പോയി വരുന്നത് വരെ ഏകദേശം 40 ദിവസം ഈ കുടുംബത്തിന് നന്നായി റാഹത്തോടെ ജീവിക്കാനുള്ള ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ട്. അരിയുണ്ട്, സാധന സാമഗ്രികളൊക്കെ ഉണ്ട്, അതിന് വാങ്ങാനുള്ള ക്യാഷ് ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഹജ്ജിന് പോകണം. അങ്ങനെയുള്ള കഴിവുള്ള എല്ലാവരും ഹജ്ജിന് പോകണം. ആ ഹജ്ജിന്റെ ബാധ്യതയിൽ നിന്ന് ഒരാളും ഒഴിവാവുകയില്ല. അങ്ങനെയാകുമ്പോ ഒരാൾക്കൊരു 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തി ചോദിക്കും, നീ എന്താ ഹജ്ജിന് പോകാതിരുന്നത്? അപ്പൊ അള്ളാഹിനോട് പറയാണ്, റബ്ബേ എനിക്ക് പൈസ ഇല്ലായിരുന്നു, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. അപ്പൊ അള്ളാഹ് ചോദിക്കുന്നത്, എനിക്ക് 10 സെന്റ് സ്ഥലം എക്സ്ട്രാ ഉണ്ടായിട്ടില്ലേ? ഈ താമസിക്കുന്ന വീട് 5 സെന്റ് സ്ഥലമാണെങ്കിൽ 10 സെന്റ് സ്ഥലം നിനക്ക് എക്സ്ട്രാ ഉണ്ടായിട്ടില്ലേ? നീ എന്തത് വിറ്റജ്ജിന് പോകാതിരുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഹജ്ജ് എല്ലാവർക്കും ബാധ്യമാണ്. അത് ബാധ്യസ്ഥരാവാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല. 3 കാര്യങ്ങളാണ് മഹാന്മാരെ ഹജ്ജിന് ഒരാൾക്ക് തടസ്സമായി പറയുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മല്ലം യംനഉഹു അനിൽ ഹജ്ജി ഹാജത്തുൻ ലാഹിറ. ഒരാൾക്ക് ഹജ്ജിന് പോകാൻ ഒരാൾക്ക് തടസ്സമായിട്ടുള്ള ഒന്നാമത്തെ കാരണം ഒരു ലാഹിറായ ഒരു ഹാജത്ത്, ഒരു കാരണം, ലാഹിറായ വ്യക്തമായ ഒരു ആവശ്യം. എന്താണ് വ്യക്തമായ ഒരു ആവശ്യം? അതിൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒന്നാണ് ഒരാളുടെ ഉമ്മ. ആ ഉമ്മ രോഗിയാണ്, ആ ഉമ്മക്ക് രോഗമുണ്ട്. ഒരു കാരണവശാലും ആ ഉമ്മയെ നോക്കാൻ വേറെ ആരുമില്ല, മറ്റു മക്കൾ ആരുമില്ല. കുറെ മക്കളുണ്ട്, ആ ഉമ്മാനെ നോക്കാൻ മറ്റു മക്കളൊക്കെ ഉണ്ട്, എങ്കിൽ ആ ഉമ്മാനെ സമ്മതം വാങ്ങിച്ചു പോകാം. അതല്ല, ഒറ്റ മോനേ ഉള്ളൂ. ആ ഉമ്മ, ഞാന് ഹജ്ജിന് പോയാൽ ആ ഉമ്മാനെ നോക്കാൻ ആരുമില്ല എങ്കിൽ അതൊരു ലാഹിറായ ഒരു കാരണം, ഒരു ലാഹിരിയായ ഒരു ആവശ്യമാണ്. അതേ സമയത്ത് രണ്ടാമത്തൊരു കാരണമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സുൽത്താനുൻ ജായിർ, അക്രമകാരിയായ ഒരു ഭരണാധികാരി. ആ ഭരണാധികാരി ആരെ ഹജ്ജിന് പറഞ്ഞേക്കാൻ വിടുന്നില്ല, ഹജ്ജിന് പോകാൻ പാടില്ല എന്നാണ് ആ ഭരണാധികാരിയുടെ തീരുമാനം. എങ്കിൽ പിന്നെ അങ്ങനെ പോകാൻ കഴിയും? അങ്ങനെയുള്ള അവസ്ഥയും ഇന്ന് നമുക്കില്ല. 2 കാരണങ്ങളില്ല. ചിന്തിച്ചോ ഈ കാരണങ്ങൾ. മൂന്നാമത്തൊരു കാരണം ഔ മറദുൻ ഹാബിസ്. മൂന്നാമതായ ഒരു കാരണം എന്ന് പറയുന്നത് വളരെ മാരകമായ രോഗം, യാത്ര പോകാൻ കഴിയാത്ത ഒരു രോഗം. അയാൾക്ക് ഒരു നിലക്കും മക്കയിലേക്ക് എത്താൻ കഴിയില്ല, അത്രമാത്രം ക്ഷീണിച്ച് രോഗിയായി അയാൾ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രോഗിയാണെങ്കിൽ ഈ 3 കാരണമല്ലാതെ വേറൊരു കാരണവും ഹജ്ജിന് നമുക്ക് കാരണമായി പറയാനില്ല. പണമുണ്ടെങ്കിൽ, സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ എന്തായാലും ഹജ്ജ് ചെയ്യണം. അങ്ങനെയൊക്കെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി ഒരാൾ ധിക്കാരപൂർവ്വം ഹജ്ജിനെ ഉപേക്ഷിച്ചു. എനിക്ക് ഹജ്ജ് ചെയ്യാനൊന്നും കഴിയില്ല, ഞാൻ ഹജ്ജ് ചെയ്യാൻ എന്റെ സ്ഥലമൊന്നും വിൽക്കൂല, അല്ലെങ്കിൽ എന്റെ സ്വർണ്ണമൊന്നും ഞാൻ വിൽക്കൂല, അതൊക്കെ എന്തിനുള്ളതാ? അതൊക്കെ അതിനുള്ളതല്ലേ? ഈ സ്ഥലമായാലും സ്വർണ്ണമായാലും ഈ ഹജ്ജൊക്കെ ചെയ്യാനുള്ളതല്ലേ അത്? അങ്ങനെ അതൊന്നും വിൽക്കാൻ കഴിയില്ല എന്ന് മർക്കട മുഷ്ടിയോടെ ഒരാള് ഹജ്ജിന് പോകാതിരുന്നാൽ അയാള് വലം യഹുജ്ജ അയാള് യഹൂദിയോ നസുറാനിയോ ആയോ, അയാൾ ജൂതനോ ക്രിസ്ത്യാനിയായോ ഒക്കെ മരിക്കാൻ അതൊരു കാരണമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പണമുള്ള എല്ലാവരും, സാമ്പത്തികമായി ശേഷിയുള്ള എല്ലാവരും ഹജ്ജിന് പോകണം. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഒരാളെ ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മാന്റെ സ്വത്ത് ഓഹരി ചെയ്യുകയാണ്. ഉദാഹരണത്തിന്, ഒരു ഏക്കർ സ്ഥലമുണ്ട് ഉമ്മാക്ക്. ഉപ്പയും ഉമ്മയും ഹജ്ജ് ചെയ്തിട്ടില്ല, ആ രൂപത്തിലാണ് അവർ മരിച്ചതെങ്കിൽ ആ ഉമ്മാന്റെ സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ മക്കൾ ആദ്യം ചെയ്യേണ്ടത് ഹജ്ജ് ചെയ്യാനുള്ള സ്ഥലം അവിടെ മാറ്റിവെച്ചിട്ടായിരിക്കണം, ബാക്കിയുള്ള സ്ഥലമായിരിക്കണം ഓഹരി ചെയ്യേണ്ടത്. അല്ലാതെ ഉപ്പയും ഉമ്മയുടെയും പേരിൽ ഹജ്ജ് ചെയ്യാതെ, ആ ഹജ്ജ് ചെയ്യാനുള്ള സ്ഥലം മാറ്റിവെക്കാതെ അവര് ആ സ്ഥലം ഓഹരി ചെയ്ത് അവരെടുക്കൽ ഹറാമാണ്, കടുത്ത ഹറാമാണ്.
വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഉപ്പാന്റെ സ്വത്ത് കിട്ടിയ കുറെ ആളുണ്ടാവും, ഉമ്മാന്റെ സ്വത്ത് കിട്ടിയ കുറെ ആളുണ്ടാവും. ആ ഉപ്പാന്റെയും ഉമ്മാന്റെയും സ്വത്ത് നിങ്ങൾക്ക് ഹലാലാകണമെങ്കിൽ ആ സ്വത്തിൽ നിന്ന് ഹജ്ജിന് ചെയ്യാൻ ആവശ്യമായ സ്വത്ത് വിറ്റിട്ട് എത്രയും പെട്ടെന്ന് ഉമ്മാന്റെ ഹജ്ജ് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഉപ്പാന്റെ ഹജ്ജ് ചെയ്യണം. അത് സ്വന്തം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഉപ്പാന്റെ ഉമ്മാന്റെ പേരിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പണം കൊടുത്ത് ഏൽപ്പിക്കാവുന്നതാണ്. എന്തായാലും ഹജ്ജ് നിർബന്ധമാണ്. ഒരു 4 പവൻ വിറ്റാൽ മതി സ്ത്രീകൾക്ക്. ഹജ്ജ് നിർബന്ധമായില്ലേ? ഹജ്ജ് ചെയ്യാനുള്ള സ്വത്തായില്ലേ, പണമായില്ലേ? അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചില ആള് എന്റെ മോളെ കല്യാണം കഴിയട്ടെ, ഒരു 60 വയസ്സാവട്ടെ, 50 ആവട്ടെ, 70 ആവട്ടെ, എന്നിട്ട് ഹജ്ജ് ചെയ്യല്. അങ്ങനെയൊന്നുമില്ല. കയ്യില് ഹജ്ജ് ചെയ്യാനുള്ള പണം, ആവശ്യമായ സ്വത്ത് കയ്യിൽ എപ്പോ എത്തുന്നോ അപ്പൊ ഹജ്ജ് നിർബന്ധമായി. അതിനുശേഷം മരണപ്പെട്ടാൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമാണ്. എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം. എന്റെ മദനീയം പരിപാടി കേൾക്കുന്ന എല്ലാ മദനീയം കുടുംബങ്ങളോടുമായി ഓർമ്മപ്പെടുത്താൻ, അടുത്ത വർഷം തന്നെ ഹജ്ജിന് വേണ്ടി കൊടുക്കണം. ഒരു 4 പവന് വിറ്റിട്ടാണെങ്കിലും ഹജ്ജിന് പോയി വന്നിട്ട് മതി ആ സ്വത്തൊക്കെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ഇത് വലിയൊരു തൗഫീഖാണ് ഹജ്ജിന് പോവുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ തൗഫീഖിന് വേണ്ടി എല്ലാ 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ടും അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹുവേ എനിക്ക് ഹജ്ജിന് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, ഹജ്ജിന് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് എന്ന് അള്ളാഹിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നീട്ടി